അതിലിപ്പോൾ ഇരട്ട ജീവപര്യന്തത്തിനാണ് ചെന്താമരയെ ശിക്ഷിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതെ, ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഞങ്ങൾക്ക്. ഈ ഒരു കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് വധശിക്ഷ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ഒരു കേസിൽ ഇയാൾക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടല്ലോ കേസ്. അപ്പം അടുത്ത കേസിൽ വേണമെങ്കിൽ നമുക്ക്. അപ്പോൾ ഈ വിധിയിൽ നിങ്ങൾ തീർത്തും തൃപ്തരാണ്? അതെ, ഇയാൾ പുറത്തിറങ്ങരുത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ തീർത്തും തൃപ്തരാണ്? അതെ അതെ. ഇനി ജാമ്യമോ പരോളോ കിട്ടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്? അതെ, പരോളോ ജാമ്യം കിട്ടരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? ഭയത്തിൽ തന്നെ. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്ത് വിടരുത്. ഇപ്പൊ പോലെ ഈ കോടതിയിൽ പോലെ നിൽക്കുമ്പോൾ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി. ഇനിയിപ്പോ തുടർ മേൽക്കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല? വേണ്ട വേണ്ട വേണ്ട. ഇനി അടുത്ത കേസിൽ വേണ്ട ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ. സജിതയുടെ അമ്മ വന്നിട്ടുണ്ട്, സഹോദരി വന്നിട്ടുണ്ടല്ലേ? എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ്, അഡ്രസ്സ് ഇല്ലാണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക്. പിന്നെ അച്ഛനമ്മയ്ക്കും വയസ്സായതാണ്. എനിക്ക് ആങ്ങളമാരില്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി, മക്കൾക്ക് ജോലി കൊടുക്കണമെന്ന് പറയും. നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ കോടതി പറയുന്നുണ്ട്. അടുത്ത കേസും കൂടി വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട്. അച്ഛനമ്മേൻ്റെ കൂടിയാണ് ജീവിക്കുന്നത്, അപ്പാപ്പനും അമ്മേൻ്റെ കൂടി. പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ജോലി കൊടുക്കാന്ന്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതും കൂടി മക്കൾക്ക് ഒന്ന് നോക്കണം. അവരുടെ കാര്യം നോക്കാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കാമല്ലോ. അതുകൊണ്ട് ഇതിൽ കൂടെ എല്ലാവരും നിന്നാൽ നിങ്ങൾക്കും ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി.